ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡിഗ്രിക്കാർക്ക് ഒരു വലിയ സുവർണ അവസരത്തിൻ്റെ സമയം തുടങ്ങിക്കഴിഞ്ഞു. കേരള PSC നിങ്ങൾ കാത്തിരുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളായ കേരള യൂണിവേഴ്സിറ്റി സബ് ഇൻസ്പെക്ടർ, ജയിലർ എന്നീ പരീക്ഷകളേക്കുള്ള നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നമുക്ക് കാറ്റഗറി നമ്പർ 454/2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് വന്നിട്ടുള്ളത്. സാലറി ഒക്കെ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. 39,300 മുതൽ 83,000 രൂപ വരെ ആയിരിക്കും ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, കാറ്റഗറി നമ്പർ 454/2025 ആണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏജ് ലിമിറ്റ്. എല്ലാവർക്കും അറിയാം, 18-നും 36 വയസ്സിനും ജനറൽ കാറ്റഗറി 18-നും 36-നും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് എല്ലാവർക്കും തന്നെ, ഒപ്പം ഡിഗ്രി ഏതെങ്കിലും ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബന്ധപ്പെട്ട കാസ്റ്റുകൾക്കുള്ള റിസർവേഷനുകളും ഇതിനെന്തുണ്ട് ലഭിക്കുന്നുണ്ട് എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നോക്കൂ, ഈ പരീക്ഷയുടെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ആണ് 31/12/2025. ഓക്കെ, ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന അവസാനത്തെ തീയതിയാണ് പറഞ്ഞത് 31/12/2025 രാത്രി 12 മണി വരെ മാത്രമേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റൂ. അതായത് അവസാന നിമിഷം വരെ വെച്ചുകൊണ്ടിരിക്കരുത്. ഏറ്റവും ആദ്യം തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 31/12/2025 ആണ്. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആരും മറക്കണ്ട. ശമ്പളം എന്ന് പറയുന്നത് 39,300 മുതൽ 83,000 രൂപ വരെയാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18-നും 36-ഉം ജനറൽ കാറ്റഗറി. ഓക്കെ, റിസർവേഷൻ കാറ്റഗറികൾക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രായ ഇളവുകൾ ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഉണ്ടാവുക. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ബിരുദം ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ് എന്നത് ഓർത്തിരിക്കുക. പിന്നെ വരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് സബ് ഇൻസ്പെക്ടർ SI അല്ലേ. എല്ലാ വർഷങ്ങളിലും കൃത്യമായി വരുന്നൊരു നോട്ടിഫിക്കേഷനാണ്. ധാരാളം അധികം ഒഴിവുകൾ ഈ ഒരു പരീക്ഷയ്ക്ക് എടുക്കുന്നത് നമുക്കറിയാം. അപ്പോൾ നോക്കിയേ, കാറ്റഗറി നമ്പർ 446/2025-ഉം 450/2025 രണ്ട് കാറ്റഗറികളുണ്ട്. നോക്കൂ, പോലീസാണ്. ഓപ്പൺ മാർക്കറ്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി പോസ്റ്റിലേക്കാണ്. ശമ്പളം എന്ന് പറയുന്നത് 45,600 മുതൽ 95,600 വരെ ആയിരിക്കും ശമ്പളം എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പൺ മാർക്കറ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഓപ്പൺ മാർക്കറ്റാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റാണ്. ശ്രദ്ധിക്കുക, കഴിഞ്ഞ പരീക്ഷയ്ക്ക്, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് 18-നും 36 വയസ്സും വരെ ആണെന്നുണ്ടെങ്കിൽ ഇത് യൂണിഫോം പോസ്റ്റാണ്, നിങ്ങൾക്കറിയാം, സബ് ഇൻസ്പെക്ടർ. നമുക്ക് ഓപ്പൺ മാർക്കറ്റിന് 20-നും 31-നും ഇടയിൽ പ്രായമധ്യമുള്ളവർക്ക് മാത്രമേ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ 20-31 വയസ്സുകൾക്ക്, 31 വയസ്സ് വരെ ഉള്ളവർക്ക്, ജനുവരി മാസം മുതൽ വരെ 31 വയസ്സാകുന്നവർക്ക് വരെ എന്ത് ചെയ്യാം, ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ 20-31 ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടുന്ന ഫിസിക്കൽ ടെസ്റ്റ് കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഹൈറ്റ് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് 165.10. അതേപോലെ തന്നെ ഓരോ കാറ്റഗറിക്കും അതിനനുസരിച്ചുള്ള ഹൈറ്റിൻ്റെ വ്യത്യാസം പറയുന്നുണ്ട്. ജനറൽ കാറ്റഗറി ഉണ്ടാവേണ്ടത് 165.10 മറ്റ് റിസർവേഷനുകൾ നിങ്ങൾക്ക് അതിനും ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കൂ, ഇതിനകത്ത് നോക്കേണ്ടത് നമ്മുടെ കണ്ണിൻ്റെ ശേഷി എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയുടെ മെയിൻസ് പരീക്ഷ കഴിഞ്ഞ് വരുന്ന ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടുന്ന ഓരോ ഐറ്റങ്ങളും എന്തൊക്കെയാണെന്നും ഈ നോട്ടിഫിക്കേഷനിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി വ്യത്യാസമൊന്നുമില്ല, സെയിം ഡേറ്റ് 31/12/2025 ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് അവസാനമായി അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ സബ് ഇൻസ്പെക്ടർ ഓപ്പൺ മാർക്കറ്റിലേക്ക് വിളിച്ചിരിക്കുന്ന മറ്റൊരു പോസ്റ്റ് എന്ന് പറയുന്നത് നോക്കൂ, 446/2025 അല്ലെങ്കിൽ 447/2025. അതിലോ ഓപ്പൺ മാർക്കറ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് പോലീസ് ആംഡ് ബറ്റാലിയനിലേക്കുള്ള ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറിലേക്കുള്ള തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വീണ്ടും വന്നിട്ടുള്ളത്. സാലറി 45,600-നും 95,600-നും ഇടയിൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ്, അതുപോലെ തന്നെ പ്രിലിമിനറി, മെയിൻസ്, ഫിസിക്കൽ ടെസ്റ്റ് എല്ലാം തന്നെ ഉള്ള ഒരു പരീക്ഷയാണ്. യൂണിഫോം പോസ്റ്റ് ആണ് എന്നുള്ളത് കൃത്യമായി ഓർത്തു വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ കാറ്റഗറി 1
അതായത് ഓപ്പൺ മാർക്കറ്റ് നമുക്ക് എഴുതാൻ പറ്റുന്നവർക്ക് 20-നും 31-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം കേട്ടോ. 20-നും 31-നും ഓപ്പൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എഴുതാൻ പറ്റുന്ന പരീക്ഷ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ക്വാളിഫിക്കേഷൻ ഡിഗ്രി തന്നെയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമുണ്ടായിരിക്കുക എന്നതാണ് ഇതിനകത്തും ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി അതുപോലെ തന്നെ വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് കാറ്റഗറി നമ്പർ 451/2025 പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസസ്, അതായത് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1. ഓക്കെ, അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 ആണ് നമുക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സാലറി നോക്കിയാൽ 43,400 മുതൽ 91,200 വരെയാണ് ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് 18-നും 36-നും ഇടയിലായിരിക്കണം കേട്ടോ. 18-നും 36-നും ഇടയിലായിരിക്കണം ജയിലറുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. മറ്റ് ഫിസിക്കൽ ശേഷികളെല്ലാം തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഉറപ്പായും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്, എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അതിന് വ്യത്യാസങ്ങൾ വരാം, അതുകൊണ്ട് തന്നെ വരാം. അതുപോലെ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസുകൾ എല്ലാം പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഫിസിക്കൽ ടെസ്റ്റുകൾ ഇവിടെ തന്നെ നോക്കിയാൽ 100 മീറ്റർ റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, അതുപോലെ തന്നെ ത്രോയിങ് ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈംബിങ്, പുള്ളപ്സ്, ചിന്നിങ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഫിസിക്കൽ ആക്ടിവിറ്റികളും ഇതിനകത്ത് പറയുന്നുണ്ട്. അതേപോലെ പരീക്ഷ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റിന് വ്യത്യാസമൊന്നുമില്ല. 31/12/2025 തന്നെയാണ് ഈ പരീക്ഷയും അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. പക്ഷേ യൂണിഫോം പോസ്റ്റ് ആണെങ്കിൽ പോലും ഇതിൻ്റെ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക. 18-നും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 18-നും 36-നും ഇടയിലുള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാറ്റഗറി നമ്പർ മറക്കണ്ട, 451/2025 ജയിലർ, അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1ലേക്കുള്ള നോട്ടിഫിക്കേഷനും അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 3 പരീക്ഷകളും ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. സ്വാഭാവികമായും പ്രിലിമിനറി, മെയിൻസ്, അതേപോലെ തന്നെ ഇൻ്റർവ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്ന പരീക്ഷ തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ യൂണിഫോം പോസ്റ്റ് ആയിട്ടുള്ള സബ് ഇൻസ്പെക്ടർ 2 തസ്തികകൾ, അതായത് ഓപ്പൺ മാർക്കറ്റിൽ സിവിൽ പോലീസ് സബ് ഇൻസ്പെക്ടറും അതേപോലെ തന്നെ ആംഡ് ബറ്റാലിയൻ സബ് ഇൻസ്പെക്ടറും രണ്ടും വിളിച്ചിട്ടുണ്ട്. രണ്ടിനും ക്വാളിഫിക്കേഷൻ ഡിഗ്രി തന്നെയാണ്. സെയിം ഏജ് ലിമിറ്റ് തന്നെയാണ് പറഞ്ഞുള്ളത്. 20-നും 31-നും ഇടയിലാണ് പ്രായം ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തന്നെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി തന്നെയാണ്. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ ഒരു അടിപൊളി ജോലി ഈ വർഷം തന്നെ സ്വന്തമാക്കാൻ എന്തായാലും സാധിക്കും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോട്ടിഫിക്കേഷനിൽ സ്പെസിഫിക്കലി ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? കാൻഡിഡേറ്റ് ഹു ഹാവ് ആധാർ കാർഡ് ഷുഡ് ആഡ് ആധാർ as the ID proof in their profile. നിങ്ങൾക്കൊരു ആധാർ കാർഡ് നിങ്ങളുടെ ID പ്രൂഫായിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ID പ്രൂഫായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ, വൺ ടൈം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്രൊഫൈലിൽ ID പ്രൂഫായിട്ട് നിങ്ങൾ ആധാർ കാർഡ് തന്നെ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് കൃത്യമായി 4 നോട്ടിഫിക്കേഷനിലും കൃത്യമായി തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മറക്കണ്ട, അടിപൊളി അവസരമാണ്. അപ്പോൾ 31/12/2025 പരീക്ഷ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി. ഓരോ പരീക്ഷയുടെയും പ്രായപരിധി ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നോക്കൂ, പ്രായപരിധി എന്ന് പറയുന്നത് 18-നും 36-നും ഇടയ്ക്ക്. ഓക്കെ, സബ് ഇൻസ്പെക്ടർ, സിവിൽ സബ് ഇൻസ്പെക്ടറുമുണ്ട്, ആംഡ് ബറ്റാലിയനുമുണ്ട്. രണ്ടിൻ്റെയും പ്രായപരിധി 20-നും 31-നും ഇടയ്ക്കാണ്. അതേപോലെ തന്നെ ജയിലറിലേക്ക് വരുമ്പോൾ പ്രായപരിധിക്ക് വ്യത്യാസമുണ്ട്. എന്താണ് ഈ പറയും പോലെ, ജയിലറിലേക്ക് വരുമ്പോൾ പ്രായപരിധി 18-നും 36-നും ഇടയ്ക്കാണ് വേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങൾ ഏതൊക്കെ, എങ്ങനെയാണ് അതിൻ്റെ മാർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത്. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻസിനുള്ള മാർക്കുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹിസ്റ്ററി 10 മാർക്കിനാണുള്ളത്. അതിനകത്ത് മധ്യകാല ഇന്ത്യയുണ്ട്, ആധുനിക ഇന്ത്യ ചരിത്രമുണ്ട്, കേരളത്തിൻ്റെ ചരിത്രമുണ്ട്, ലോക ചരിത്രമുണ്ട്. അത് 10 മാർക്കിന് വരുന്നുണ്ട്. ജോഗ്രഫി 5, എക്കണോമിക്സ് 5, സിവിക്സ് 5, കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക് വീതം. അതേപോലെ ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10 മാർക്കിനാണ് മാർക്ക് വരാറുള്ളത്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, മാത്സ് 20, ഇംഗ്ലീഷ് 20, മലയാളം 10. അതായത് ഏറ്റവും അധികം സ്കോർ ചെയ്യാൻ സാധ്യതയുള്ളതും ഏറ്റവും അധികം മാർക്കുകൾ നിൽക്കുന്നതും ഈ ഒരു മേഖലയിലാണ് അല്ലേ. 50% മാർക്ക് മാത്സും ഇംഗ്ലീഷും അതേപോലെ തന്നെ മലയാളവും ചേർന്നാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ കുറച്ച് വലിയ മാർക്കുള്ളത് ഹിസ്റ്ററിക്കും അതേപോലെ ആർട്ട്, ലിറ്ററേച്ചർ വിഷയങ്ങൾക്കാണ് അല്ലേ. 10 മാർക്ക് വീതമുണ്ട്, ബാക്കിയെല്ലാം 5 മാർക്ക്. നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സിലബസ് കവർ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. ഓക്കെ, അതിന് വളരെ കുറച്ച് സമയം മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നേടാനുമായിട്ട് നമ്മുടെ സൈലം PSCയുടെ ഒരു അടിപൊളി കോഴ്സ് ഉണ്ട്.
ഡിഗ്രി പ്രിലിമിനറി ബാച്ചാണ്. പ്രിലിംസ് എക്സാമിനേഷൻസും തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഡിഗ്രി പ്രിലിമിനറി ബാച്ചാണ്. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 2,999 രൂപ മാത്രമാണ് നമ്മുടെ കോഴ്സ് ഫീസ് വരിക. അപ്പോൾ ഇതിൻ്റെ ഈ കോഴ്സിൻ്റെ മറ്റ് ഡീറ്റെയിലുകളും വിവരങ്ങൾക്കുമായിട്ട് നിങ്ങൾക്ക് ഈ ബോർഡ് നമ്പറുമായി ബന്ധപ്പെടാം, അല്ലെ താഴെ പിൻ ചെയ്തിട്ടുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും ലഭിക്കുക. സൈലത്തിൻ്റെ പ്രീമിയമുള്ള എല്ലാ അധ്യാപകരുടെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബാച്ചിൻ്റെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് എന്ത് ചെയ്യുക, നമ്പറുമായി ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ ലൈവ് കം റെക്കോർഡഡ് ബാച്ചാണ്. അപ്പോൾ എത്രയും വേഗം അധികം ചിന്തിക്കാതെ നമുക്ക് പഠനം തുടങ്ങാം. അപ്പോൾ ഡേറ്റുകളും അപ്ലൈ ചെയ്യേണ്ട ഡേറ്റുകളും ഒന്നും മറക്കണ്ട. എല്ലാ പോസ്റ്റുകൾക്കും അതത് യോഗ്യതയുള്ളവർ എത്രയും വേഗം അപ്ലൈ ചെയ്തോളൂ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാം. ബൈ.